ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയുടെ ചരിത്രം മുഴുവൻ നമ്മുടെ സൂര്യ അവിടെ കിടന്നങ്ങ് പറയുവാണ്. കമാന്നൊരക്ഷരം മിണ്ടാനായിട്ട് മുത്തശ്ശിക്ക് പറ്റുന്നില്ല കേട്ടോ. കാരണം അമ്മ ചെയ്തു കൂട്ടിയതിൻ്റെ ഉള്ള സത്യങ്ങളാണ് നമ്മുടെ സൂര്യ വിളിച്ചു പറയുന്നത്. എല്ലാം ഇങ്ങനെ വിമ്മിട്ടപ്പെട്ട് കേട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുവാണ്. എന്തായാലും അമ്മ മുടിച്ച് തേച്ച് കഴുകിയെടുത്ത് നിന്ന് മകൻ കഷ്ടപ്പെട്ട് ഇന്ന് ഈ നിലയിലെത്തിയ ആ ഒരു കാര്യങ്ങളാണ് നമ്മുടെ സൂര്യ പറയുന്നത്. എല്ലാം കേട്ട് അമ്മ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത്രയും കാലം ഞാൻ എൻ്റെ കുടുംബത്തെ സംരക്ഷിച്ച് കൂടെ നിർത്തിയെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ഞാനോ നിങ്ങളെ പോറ്റിയത്, നിങ്ങളെ ഇത്രയും നാൾ ഇവിടെ ജീവിപ്പിച്ചത് ഞാനാണെന്നും നിങ്ങളുടെ ശാപം കൊണ്ട് പ്രസവത്തിലെ എൻ്റെ പ്രിയപ്പെട്ടവൾ മരിച്ചു, ആ കുഞ്ഞിനോട് പോലും നിങ്ങൾ നീതി പുലർത്തിയോ എന്നുള്ള കാര്യമൊക്കെ സൂര്യ ഇങ്ങനെ ചോദിക്കുക. ആദ്യ ഭാര്യയുടെ കാര്യം എല്ലാം നമ്മുടെ സൂര്യ പറയുന്നുണ്ട് കേട്ടോ. എല്ലാ സൗഭാഗ്യങ്ങളും വരദാനമായി തന്നിട്ടാണ് അവൾ എൻ്റെ ജീവിതത്തിൽ നിന്നും പോയതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സൂര്യ സത്യങ്ങളൊക്കെ പറയും. അപ്പോൾ അഭിയുടെ അമ്മയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങിയ ഞാൻ ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഭാഗ്യം കൊണ്ടാണെന്ന കാര്യമൊക്കെ സൂര്യ ഇങ്ങനെ പറയുന്നു. തള്ളക്ക് എന്തായാലും മിണ്ടാനുണ്ടോ? പകരം നിങ്ങൾ ചെയ്തു കൂട്ടിയത് എന്താ? ഏതു വിധേനയും നിങ്ങൾക്ക് അഭിയെ പുറന്തള്ളണം, അതൊരു ജീവിത വ്രതമായി നിങ്ങൾ അങ്ങ് എടുക്കുകയല്ലേ ചെയ്തതെന്ന് ചോദിച്ചു. എല്ലാം പറയാനുണ്ടോ? വിശ്വനാഥൻ്റെ മകൾ ഈ വീട്ടിൽ വന്നപ്പോൾ തമ്പിയെന്ന് കേട്ടാൽ ഭ്രാന്തെടുത്തിരുന്ന നിങ്ങൾ അവളെ കയ്യിലെടുക്കുകയാണ് ചെയ്തത്. അവൾ ഈ കുടുംബം കുളം തോണ്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവൾക്ക് നിങ്ങൾ കൂട്ടു നിൽക്കുകയായിരുന്നില്ലേന്ന് ചോദിച്ചു. ഒന്നും പറയാനില്ല. എന്നാൽ ഒരു പാവം പെണ്ണിനോട് തോന്നിയ പകയുടെ കനലെ നിങ്ങൾ ഈ കുടുംബത്തിനെ ശത്രുവാക്കി എടുക്കുകയല്ലേ ചെയ്തതെന്ന് ചോദിച്ചു. പുള്ളിക്കാരിക്കൊന്നും പറയാനില്ല. അതല്ലാതെ ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു. നിങ്ങളുടെയോ നിങ്ങളുടെ ഭർത്താവിൻ്റെ എന്തെങ്കിലും ഒരു സമ്പാദ്യം ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെങ്കിൽ അതിൻ്റെ കണക്കെനിക്ക് നിങ്ങൾ ഇപ്പം പറഞ്ഞു തരാനും പറഞ്ഞു. എന്ന് പറഞ്ഞിരിക്കുക. സകല സുഖങ്ങളും ആസ്വദിച്ചായിരുന്നു എൻ്റെ മകന് നേരെയുള്ള നിങ്ങളുടെ ആക്രമണം. എൻ്റെ പണം കൊണ്ട് വാങ്ങിയ പുട്ടിയിട്ട് മുഖം വെളുപ്പിച്ചു, വില കൂടിയ ഡൈ വാങ്ങി നരച്ച് പഞ്ഞിക്കെട്ട് പോലെയായ മുടി കറപ്പിച്ചും ചുണ്ടിൽ ചായം തേച്ചും. എന്തിന്? പ്രഭയേക്കാൾ ചെറുപ്പക്കാരിയായി നിങ്ങൾ നടക്കുകയായിരുന്നില്ല എന്ന് ചോദിച്ചു. ആ സമയം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ജോലി ചെയ്തിട്ടും അഭി 1 രൂപ പോലും ശമ്പളമായി എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോപ്രായം കാണിക്കുക തള്ളച്ചി അവിടെ. അവൻ്റെ ഭാര്യ നിങ്ങൾക്കായി ജോലി ചെയ്ത് ഈ അടുക്കളയിൽ ഭക്ഷണം വെച്ചു വിളമ്പി BBAക്ക് ഉയർന്ന മാർക്ക് വാങ്ങി പാസ്സായ പെണ്ണ അവള്. എൻ്റെ കമ്പനിയിൽ തന്നെ 5 അക്ക ശമ്പളം അന്ന് അവൾക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളും പറയണു. ജാനകിയെ പറ്റിയുള്ള ഞെട്ടിക്കുന്ന സത്യങ്ങളൊക്കെ പുറത്തു വരും. ഇപ്പോൾ ഇത്രയ്ക്ക് വലിയതായിട്ടാണ് ജാനകി ജീവിച്ചിരുന്നതെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ അത്രയും മിടുക്കിയും അതുപോലെ കഴിവുമുള്ള ആ പെൺകുട്ടി അളകാപുരിയിലെ അടുക്കളയിൽ എന്തിനൊതുങ്ങി ജീവിക്കണം എന്ന് ചോദിച്ചു. അറിയില്ലെങ്കിൽ നിങ്ങളോട് അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. എന്തിലും വലുത് കുടുംബമാണെന്ന് അവൾക്ക് അറിയാവുന്നത് കൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സൂര്യ പറയുക. ഇതൊന്നും കേട്ടിട്ട് തള്ളയ്ക്കൊരു കൂസലും ഇല്ല കേട്ടോ. പക്ഷേ നിങ്ങൾക്കതറിയാതെ പോയെന്ന് പറയുമ്പോഴേക്കും പുള്ളിക്കാരി കേട്ട് മടുത്ത് എഴുന്നേറ്റ് പോകാൻ നോക്കുക. അമ്മ അവിടെ ഇരിക്കാൻ പറഞ്ഞു സൂര്യ. എൻ്റെ ദൈവമേ, ഇനി ഞാൻ എന്തൊക്കെ കേൾക്കേണ്ടി വരുമോ എന്നും പറഞ്ഞ് അമ്മ ഇരിക്കുക. ഇനി ഒരിക്കലും നിങ്ങളതിൻ്റെ മുന്നിൽ വരില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കേൾക്കാനുള്ളത് മുഴുവനും കേട്ടിട്ട് നിങ്ങൾ പോയാൽ മതിയെന്ന് പറഞ്ഞു. നീ പറ സൂര്യ, അപ്പം നിങ്ങൾ തന്നെയല്ലേ കുറ്റം പറഞ്ഞതെന്ന് സൂര്യ അന്നേരം ചോദിച്ചു. ഇന്ന് ഈ കുടുംബത്തിനെ ഇങ്ങനെ ആക്കിയതിലെ ഏറ്റവും വലിയ പങ്ക് നിങ്ങളുടേതാണെന്നും തള്ളച്ചിയോട് മകൻ അങ്ങ് പറയുക. പ്രഭയെ തെറ്റായ രീതിക്ക് തിരിച്ചുവിട്ടതും മക്കളുടെ കാര്യത്തിൽ അവരുടെ മനസ്സിൽ വേർതിരിവുണ്ടാക്കിയതും നിങ്ങൾ ഒരുത്തിയാണെന്നും പറഞ്ഞു. ഈ കിടക്കയിൽ ഞാൻ വീണു പോയത് ഞാൻ ചെയ്ത പാപത്തിൻ്റെ ഫലമല്ല, എൻ്റെ അമ്മയായ നിങ്ങൾ ചെയ്ത പാപത്തിൻ്റെ ഫലമാണെന്ന കാര്യവും സൂര്യ അങ്ങ് പറഞ്ഞു. ഇവിടെ കിടന്ന് അക്ഷരം തെറ്റാതെ തന്നെ ഞാൻ പറയും, എൻ്റെ അമ്മ ഒരു മന്ദരയാണെന്ന്. അത് കേട്ടപ്പോഴത്തേക്കും തമ്പുരാനേ, അമ്മയുടെ മോന്തായിരിക്കുന്ന കണ്ണെന്ന് എന്നൊക്കെ പറഞ്ഞ് 2 തുള്ളലും ചാട്ടവും ചാടി തള്ളച്ച് അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ മനസ്സിൻ്റെ 1/4 ഭാരവും എൻ്റെ മനസ്സിൽ നിന്ന് പെയ്തൊഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സൂര്യ അവിടെ അങ്ങനെ കിടക്കുക. പിന്നെ കാണിക്കുന്ന തമ്പി ഇങ്ങനെ ചുബയുടെ കൈയൊക്കെ മടക്കി ഇറങ്ങി വരുക. അപ്പോൾ നിങ്ങൾ എങ്ങോട്ട് പോകുകയാണെന്ന് ചോദിച്ചു. ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയില്ലേ, അളകാപുരിയിലേക്കാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ വന്ന സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് തന്നെയല്ലേ പോകേണ്ടത്.
എന്നാൽ പിന്നെ ഒരു യാത്ര പോരെ വസുന്ധരേ എന്ന്. ജീവനോടെ ആ മനുഷ്യനെ എനിക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ മരിച്ചു കിടക്കുന്നതും ജീവനോട് കിടക്കുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല വസുന്ധരേ എന്നും പറഞ്ഞുകൊണ്ട് തമ്പി പുള്ളിക്കാരെ കളിയാക്കുക. നീയൊന്ന് അടങ്ങടി, സൂര്യക്ക് ഇനി അധിക കാലമൊന്നും ഇല്ല. പിന്നെ വാശി പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നതേ പെട്ടെന്ന് തന്നെ കിടന്ന കിടപ്പിൽ കണ്ണടയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ദേ മരണം തലയ്ക്ക് മുകളിൽ വന്ന് നിൽക്കുന്ന വീടാ, അതോർത്തെങ്കിലും നമ്മൾ അങ്ങോട്ട് പോകണ്ടേ? നീ അങ്ങോട്ട് ചെന്നില്ലെന്ന് കരുതി നീ എന്തിനാടി നീ ചുമ്മാ പരിഭവിക്കുന്നത്? പിന്നെ സൂര്യയെ കുഴിയിലോട്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് ആവശ്യം വരും. അതെന്തിനാണെന്ന് അറിയാവോ നിനക്ക്? അഭിയുടെയും ജാനകിയുടെയും പേരിൽ സൂര്യനാരായണൻ എഴുതി വെച്ചിരിക്കുന്ന അളകാപുരി തിരിച്ചു പിടിച്ച് പ്രഭാവതിയുടെ പേരിലേക്ക് എഴുതി കൊടുക്കാൻ എന്നും പറഞ്ഞ് തമ്പി ഭാര്യയോട് പറയുക. അതിന് അഭിയും ജാനകിയും തയ്യാറാവണ്ടേ എന്ന് ഭാര്യ ചോദിക്കുമോ? സൂര്യ ആദ്യം തെക്കോട്ടെടുക്കട്ടെ, എന്നിട്ടുള്ള കളിയൊക്കെ നീ കണ്ടോളാൻ പറഞ്ഞു. ഭർത്താവിൻ്റെ കാലശേഷം വീടിൻ്റെ അവകാശി ആരാ? ഭാര്യയല്ലേ എന്ന് ചോദിച്ചു. ആ കാര്യത്തിൽ സൂര്യ ഭാര്യയോട് നീതി കാണിച്ചോ? ഇല്ല. അപ്പോൾ അതിൻ്റെ പണി നമ്മൾ ബാക്കി നോക്കും. എന്തായാലും സൂര്യ പ്രഭാവതിയെ ചതിച്ചു. അത് വെച്ചൊരു കേസങ്ങ് കൊടുത്താലേ കാര്യങ്ങൾ പുഷ്പം പോലെ നടത്തിയെടുക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ലെന്ന് ഭാര്യ പറഞ്ഞു. അപ്പം ഞാൻ എന്തിനാണോ ലക്ഷ്യം വെച്ചത് അതെന്തായാലും ഞാൻ നടന്നിരിക്കും. പ്രഭാവതിയുടെ കാലശേഷം നമ്മുടെ മോളാടി അളകാപുരിയിൽ വാഴാൻ പോകുന്നത് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചുകൊണ്ട് തമ്പി ഭാര്യയോട് പറയുക. സൂര്യ ഒന്ന് പൊയ്ക്കോട്ടെ, പിന്നെ കളികളെ ദേ വേറെ ലെവലിലാകുന്നത് ഈ തമ്പി കാണിച്ച് തരാവടി വസുന്ധരേ. അച്ഛൻ്റെ പേരിൽ കടിച്ചു തൂങ്ങിയ അഭിയും പിന്നെ തന്തയും തള്ളയും ആരാണെന്നറിയാത്ത ജാനകിയും കളത്തിന് പുറത്താകുവടി എന്നും പറഞ്ഞുകൊണ്ട് തമ്പി ഇങ്ങനെ ഭാര്യയോട് പറയണം. ഇങ്ങനെയൊക്കെ പറയാമെങ്കിലും സൂര്യ ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചില നിരാശയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എതിരിടാനൊരു ശത്രു ഉണ്ടെങ്കിലല്ലേ ജീവിക്കാനൊരു ത്രില്ലൊക്കെ ഉണ്ടാവത്തുള്ളൂ എന്നും പറഞ്ഞ് തമ്പി കിടന്നങ്ങോട്ട് കസർത്ത് കയറുക. അപ്പം ഞാൻ എന്നാൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരൻ അങ്ങ് പോകുമ്പോൾ ഈ ജന്മമൊക്കെ എന്താ കഷ്ടം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് വസുന്ധര അവിടെ നിൽക്കുക. തൊട്ടടുത്ത നിമിഷം കാണിക്കുന്നതോ വേറെ ആരെയല്ല, അപർണയെന്ന് പറയുന്ന പൂതനയാണ്. ഇറങ്ങി വരുമ്പോഴാണ് നമ്മുടെ അമലും ലച്ചുവും കൂടി പോയിട്ട് വരുന്നത്. അപ്പോൾ ഫ്രണ്ട് സീറ്റിൽ നിന്ന് ലച്ചു ഇറങ്ങുന്നത് കണ്ടപ്പോൾ അവൾക്ക് ഒട്ടും ഒന്നും സഹിച്ചില്ല. പുള്ളിക്കാരി കയറി പൊള്ളക്ക് ഇറുമി പിടിച്ചിങ്ങനെ നിൽക്കും. എന്നിട്ട് ഇറങ്ങി അങ്ങ് ചെന്നു. അച്ഛൻ വീട്ടിൽ വന്ന വിവരം നീ എന്താ എന്നെ വിളിച്ച് പറയാത്തതെന്ന് അമൽ ചോദിച്ചു. വന്നത് എൻ്റെ അച്ഛനല്ല നിൻ്റെ അച്ഛനാണെന്ന് അപർണ അന്നേരം പറഞ്ഞു. അച്ഛൻ നിൻ്റേതാണെന്നുള്ള ബോധം നിനക്കുണ്ടായിരുന്നെങ്കിലേ ഇവളെ ഇങ്ങോട്ട് നീ ചുറ്റി കറങ്ങാൻ പോവില്ലായിരുന്നു എന്നും പറഞ്ഞ് ഈ അപർണ പറയുക. ചുറ്റി കറങ്ങാൻ പോയെന്നോ? അപർണെ ഇല്ലാത്ത കാര്യം പറയാൻ നിൽക്കരുതെന്ന് പറഞ്ഞു. ഇല്ലാത്ത എന്ത് കാര്യവും ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് തറ രീതിയിൽ സംസാരിക്കാം. നിനക്ക് ആവശ്യമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഞാനും നിനക്ക് അംഗീകരിച്ച് തരണമെന്ന് അപർണ ചോദിച്ചു. ഇവളെ നിനക്ക് ആവശ്യം, ഞാൻ അനാവശ്യമാണ് നിനക്കല്ലേ? അപ്പം ദേ വായി തോന്നുന്നത് വിളിച്ചു പറയരുതെന്ന് അമൽ പറഞ്ഞു. ലച്ചു ഇതൊക്കെ കേട്ട് വിഷമിച്ച് നിൽക്കുക. അപ്പം ഇവള് കൊച്ചു കുട്ടിയൊന്നുമല്ല, പ്രായം തികഞ്ഞൊരു പെണ്ണാണെന്നും ഇവൾക്ക് കയറി പിടിക്കാൻ ഒരു കൊമ്പ് വേണം, നീ അങ്ങ് ചാഞ്ഞു കൊടുക്കുകയാണെന്ന് എനിക്ക് അറിയാവടാന്നും പറഞ്ഞുകൊണ്ട് ഇവൾ ഈ തോന്നിയവാസം പറയുന്നത് കേട്ടോണ്ടാ ജാനകി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ജാനകി ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുക. നീയൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോടാ എന്നൊക്കെ അപർണ ചോദിക്കുക കേട്ടോ. എന്താ നിനക്ക് രസിക്കുന്നില്ലടാ ഞാൻ പറയുന്നതെന്ന് ചോദിക്കുമ്പം നിനക്കൊരു കൂടപ്പുറപ്പില്ലാണ്ട് പോയതുകൊണ്ടാണ് നീ ഇങ്ങനെ വികലമായി ചിന്തിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമൽ അന്നേരം പറഞ്ഞു. ഇതൊക്കെ കേട്ട് ജാനകി അന്തം വിട്ട് നിൽക്കുക. നീ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ആരോരും ഇല്ലാത്തൊരു പെൺകുട്ടിയെ കുത്തി നോവിച്ചിട്ട് നീ എന്ത് സായുജ്യം നേടാനാന്ന് ചോദിച്ചു. കൊണ്ട് നടന്ന് സായുജ്യം നേടുന്നത് നീയല്ലേടാ? കോച്ചിങ്ങിനെന്ന് പറഞ്ഞ് ഇവളെയും കൊണ്ട് നടക്കുന്ന നീ എവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് ഞാൻ കൃത്യമായി അറിയുന്നുണ്ടെന്നും ഹോട്ടൽ മുറി വേണ്ടല്ലോ, 3-4 ഗസ്റ്റ് ഹൗസുകൾ ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ലച്ചു അവിടെ നിന്ന് ഒരു ഒറ്റ കരച്ചിൽ ഒരു ഒറ്റ ഓട്ടവും കൂടെ ഒരുമിച്ചായിരുന്നു. എടീ എന്നും പറഞ്ഞു അപർണയെ തല്ലാനായിട്ട് അമൽ കൈ പൊക്കിയപ്പോഴത്തേക്കും ജാനകി അമലേ എന്നും പറഞ്ഞു വിളിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അപർണ ജാനകി ഇത് കേട്ടു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അടിക്കാൻ ഓങ്ങിയ കൈ ചൂരുട്ടിപ്പിടിച്ച് അമല ഇങ്ങനെ നിൽക്കുക. തല്ലടാ, എന്നെ തല്ലി നിന്റെ സത്യസന്ധത തെളിയിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഇങ്ങനെ വിഷം തുപ്പിക്കൊണ്ട് തന്നെ നിൽക്കുവാണ് ഈ അപർണയെന്ന് പറയുന്ന പിശാച്. നിന്നോളം വിഷം തുപ്പാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്നും അമൽ അന്നേരം പറഞ്ഞു. അതും പറഞ്ഞ് അമൽ അകത്തേക്ക് കയറി പോവുക. അപ്പോഴേക്കും ജാനകിയെ കണ്ടിട്ട് അവളുടെ മുന്നിൽ പോലും പോകരുത് ജാനിയെടുത്തി, അവൾക്ക് ഭ്രാന്തെന്നും പറഞ്ഞ് അമലകത്തേക്ക് കയറിപ്പോയി. അമലകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അപർണ തുള്ളിച്ചാടി അങ്ങോട്ടേക്ക് കയറി പോവുക. ജാനകിയെ കണ്ടിട്ട് ജാനകിയെയും തുറച്ചു നോക്കി, അതുപോലെ തന്നെ ലച്ചുവിനെയും തുറച്ചു നോക്കി അകത്തേക്ക് കയറിപ്പോയി.
അവൾ അങ്ങ് അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പം അമലേട്ടൻ്റെ കൂടെ പോകാൻ ഞാൻ മടിക്കുന്നത് ഇതുകൊണ്ട് ഏട്ടത്തി ഇന്ന് ലച്ചു പറഞ്ഞു. അത് കേട്ടപ്പം മോളെ നിനക്കൊരു ലക്ഷ്യമുണ്ട്, തടസ്സങ്ങളില്ലാതെ നിനക്കെന്നല്ല ആർക്കും അവിടെ എത്താനായിട്ട് ആവില്ല എന്നും അതുകൊണ്ട് നീ ഇതൊന്നും കാര്യമാക്കാനേ പാടില്ലെന്നുള്ള കാര്യവും ജാനകി പറയോ. നമ്മളെ മോശമായി കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നവരൊക്കെ നമ്മളെ സ്വീകരിക്കുന്ന ഒരു കാലം വരും. ജാനിയടത്തി നിനക്ക് തരുന്ന ഉറപ്പാ അതെന്നും പറഞ്ഞ് നമ്മുടെ ജാനകി പറഞ്ഞു സമാധാനിപ്പിക്കുക ലച്ചുവിനെ. അപ്പോഴേക്കും ഏട്ടത്തിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്ന് ഭയങ്കര കരച്ചിലാട്ടോ പാവം. ഈ സമയത്ത് നമ്മുടെ അപർണ നേരെ അടുക്കളയിലേക്കാണ് പോയത്. മഞ്ജു അന്നേരം ചായ എടുത്തു കൊണ്ടേ കൊടുക്കുക അപർണയ്ക്ക്. അപ്പം അമൽ സാറിനുള്ള ചായ ഇപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്തിന് ചായ വേണമെങ്കിൽ അമൽ ഡൈനിങ് ഹാളിൽ വരുമെന്നും ഇവിടെ അങ്ങനെ ചായയുടെ റൂമിൽ പോകുന്ന ചടങ്ങൊന്നും ഇല്ലയെന്നും പറഞ്ഞ അപർണ നമ്മുടെ മഞ്ജുവിനോട് പറയാം ചായ ഫ്ലാസ്കിൽ ഒഴിച്ച് ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെച്ചാൽ മതി, ആവശ്യക്കാരും ഒന്ന് കുടിച്ചോളൂ എന്നും പറഞ്ഞു. മഞ്ജു അതൊക്കെ കേട്ട് ചിരിച്ചോണ്ട് നിൽക്കാം. ഇനി ആരെങ്കിലും ബുദ്ധിമുട്ട് പറയുകയാണെങ്കിൽ എന്നോട് വന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു, ഇനി അങ്ങനെ ചെയ്യാം എന്ന് മഞ്ജു. അപ്പം ശരി എന്നും പറഞ്ഞുകൊണ്ട് അപർണ ഇരുന്ന് ചായ മോന്തുവാ. വരുവാണ് നമ്മുടെ ജാനകി അവളുടെ പപ്പും തോലും പറിക്കാനായിട്ട്. ചായ കുടിച്ച് അന്തസ്സായിട്ട് ഞെളിഞ്ഞിരിക്കുന്നവളുടെ മുന്നിലേക്ക് വന്നിട്ട് മുറ്റത്ത് വെച്ച് അപർണ നടത്തിയ പ്രകടനം അത് കുറച്ച് കടന്നു പോയെന്നും അമൽ ലച്ചുവിനെയും കൂട്ടിക്കൊണ്ടുവന്നത് അപർണയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് അങ്ങനെയല്ല പ്രതികരിക്കേണ്ടതെന്ന് പറഞ്ഞു ജാനകി. അപ്പം എനിക്ക് തെറ്റുന്നത് തോന്നുകണ്ടല്ലോ എവിടെ വെച്ചാലും ഞാൻ പ്രതികരിക്കുമെന്ന് പറഞ്ഞു. അതിന് സമയവും സന്ദർഭവും നോക്കേണ്ട കാര്യം എനിക്കില്ല എന്നും പറഞ്ഞു. വലിയ ആളാകുമ്പോൾ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നും കൂടെ നോക്കണമെന്ന് പറഞ്ഞു ജാനകി. അമലിൻ്റെ ആരാന്ന് നിങ്ങൾ പറ. അമൽ താലി കെട്ടിയ പെണ്ണാ ഞാൻ. പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ രാവിലെയും വൈകിട്ടും കൊണ്ടു നടന്ന ഞാനത് കണ്ണു അടച്ചിരിക്കണമെന്നും ചോദിച്ചു. ഈ അപർണ ചോദിക്കുക 1-2 ദിവസമൊക്കെ ആണെങ്കിൽ അത് പോട്ടേന്ന് വെക്കാം, ഒരു കമ്പനിയുടെ CEO അല്ലേ അമൽ, അവനത് ചിന്തിച്ചൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പം മഞ്ജു ഇതൊക്കെ കേട്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുക. നിലയും വിലയും മറന്നല്ലേ അവരുടെ ക്ലാസ് കഴിയുന്ന സമയം നോക്കി അമൽ വണ്ടിയുമായി കോച്ചിങ് സെൻറ്ററിൻ്റെ വാതിക്കൽ പോയി കാത്തു നിൽക്കുന്നതെന്ന് ചോദിച്ചു. അമൽ എന്താ അവളുടെ ഡ്രൈവറാണോന്ന് ചോദിക്കുമ്പം അമൽ അങ്ങനെ ചെയ്യാനുള്ള കാരണം അതെന്താണെന്ന് കൃത്യമായി നിനക്കറിയാവുന്നതാണെന്ന് പറഞ്ഞപ്പം ഞാൻ അറിയുന്ന കാരണം വേറൊന്നാ, അത് തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞ് അതിനെ വെള്ളപൂശാൻ നോക്കണ്ടെന്നും പറഞ്ഞ് അവളെ ആരെങ്കിലും പിടിച്ചോണ്ട് പോകുന്നുള്ള പേടിയുണ്ടെങ്കിലേ ഒരു വണ്ടിയും ഡ്രൈവറെയും വെക്കണം, രാജകുമാരിയല്ലയോ അവളെന്നൊക്കെ പറഞ്ഞ് അപർണ കിടന്ന് തൊള്ളുക. അവളെ കൊണ്ടുപോകാൻ വരുന്നത് ആരാണെന്ന് മഞ്ജുവിനെ കേൾക്കണോ? അവളുടെ അച്ഛൻ, അവൾക്ക് ജന്മം നൽകിയ ആള്. സ്വന്തം അച്ഛൻ്റെ കൂടെ കഴിഞ്ഞ പെണ്ണിനെയാ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, അതും ഡോക്ടറാക്കാവെന്നും പറഞ്ഞ്. നമുക്ക് കാണാമല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് അപർണ കിടന്ന് ജാനകിയുടെ മുന്നിൽ ഉറഞ്ഞു തുള്ളുക. പിന്നെ എൻ്റെ ജീവിതത്തിൽ കയറി കളിക്കാൻ ഒരുത്തിയും ഞാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞിങ്ങനെ അപർണ വലിയ ആളാകുമ്പം കഷ്ടം. ലച്ചു അമലിനെ കാണുന്നത് ഒരു കൂടപ്പിറപ്പായിട്ടാണെന്നും ഒരനിയത്തിയോടുള്ള സ്നേഹമേ അവൻ അവളോടുള്ളെന്ന കാര്യവും ജാനകി അന്നേരം പറഞ്ഞു. കൂടപ്പിറപ്പ് അനിയത്തിയാണെങ്കിലേ ഒരമ്മയുടെ വയറ്റിൽ ജനിക്കണമെന്നും പറഞ്ഞ് അവളുടെ പാരമ്പര്യമൊന്നും നീ എന്നോട് വിളമ്പണ്ടെന്നൊക്കെ പറഞ്ഞ് അപർണ കളിയാക്കുക. അമൽ അവളെ കൊണ്ട് നടക്കുന്നത് അവൻ്റെ മുറപ്പെണ്ണായിട്ടാണെന്നും പറഞ്ഞ് ഡയലോഗുകൾ ഇറക്കുന്നു. ഈ സമയത്ത് മഞ്ജു, നിങ്ങളുടെയൊക്കെ നാട്ടിൽ മുറപ്പെണ്ണ് പെങ്ങളാണോ? അല്ല, ബന്ധങ്ങളുടെ വില അറിയണമെങ്കിലേ കുടുംബത്തിൽ ജനിക്കണമെന്നും അച്ഛൻ അമ്മ കൂടപ്പിറപ്പുകൾ ഒക്കെ അവിടെ ഉണ്ടാകണമെന്നും പറഞ്ഞ് അതറിയാത്തവർക്ക് എല്ലാവരും എൻ്റെ സഹോദരന്മാരാണെന്ന് പറഞ്ഞ് നടക്കാവെന്നും പറഞ്ഞിങ്ങനെ അപർണ കളിയാക്കുക, പുച്ഛിക്കുക, പരിഹസിക്കുക. അതുമാത്രമല്ല അമലിനെ കാണുമ്പോഴുള്ള പെണ്ണിൻ്റെ ഇളക്കം അത് ഞാൻ നന്നായിട്ട് തന്നെ കാണുന്നുണ്ടെന്നും അതിൽ നമ്മൾ മയങ്ങിക്കഴിഞ്ഞെന്ന് പറയുമ്പം ഭർത്താവ് മറ്റൊരു പെണ്ണിലും മയങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭാര്യയുടെ കഴിവുകേടാണെന്ന് അവരുടെ മുഖത്ത് നോക്കി നമ്മുടെ ജാനകി അങ്ങ് പറയുക. നീയും ലച്ചും ഈ വീട്ടിൽ തന്നെ ഉള്ളപ്പോൾ നിന്നെ ഭർത്താവ് അവളെയും കൊണ്ട് നടക്കുന്നു എന്നല്ലേ നീ ഇപ്പോൾ ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ മലർന്നു കിടന്ന് തുപ്പി സ്വന്തം മുഖം തന്നെയാണ് വൃത്തികേടാക്കുന്നതെന്ന് അപ്പോഴും നീ അറിയുന്നില്ലെന്ന് പറഞ്ഞപ്പം എനിക്കൊരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ലെന്ന് അപർണ. നാറ്റിക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ രണ്ടിനെയും നാറ്റിക്കുമെന്നും പറഞ്ഞ് തുള്ളുമ്പം നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഈ വീട്ടിലേക്ക് കയറി വന്ന നിമിഷം ഇന്നും എൻ്റെ മുന്നിലും മനസ്സിലും ഉണ്ടെന്നും വിവാഹം കഴിഞ്ഞുള്ള വരവല്ല, അതിനു മുൻപുള്ള നിന്റെ വരവ് മറന്നിട്ടില്ല ഞാൻ. അതൊരു മുന്നറിയിപ്പായിരുന്നു എന്ന് എനിക്ക് അന്ന് മനസ്സിലായതാണെന്നും ഒന്നും അറിയാത്തവളല്ല ജാനകിയെന്നും പറഞ്ഞ് നടന്ന കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുവാണ്. അന്ന് കാലെ കയറി ചവിട്ടിയ കാര്യങ്ങളൊക്കെ നീ വന്ന് കയറി അന്ന് ഫോട്ടോ വീണ് ഉടഞ്ഞ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ പിന്നെ അതാണ് നിനക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഒരു ഫോട്ടോ വീണ് ഉടഞ്ഞത് വലിയ കാര്യമായിട്ട് നീ കാണുന്നുണ്ടെങ്കിലേ നീ നിന്റെ ഭർത്താവും കാരണം അജയ് ആ ഫോട്ടോ വീണ്ടും എറിഞ്ഞ് ഉടച്ചതോ എന്ന് ചോദിച്ച് അപർണ ചോദിച്ചു. അച്ഛനെ മൈക്ക് ആരും അറിയാതെ സ്വത്ത് കൈയടക്കിയത് ഞാനോ നീയോ എന്നും ചോദിച്ചായി പിന്നെ അപർണ.
എവിടെയോ കിടന്ന ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് അമലിനെ വെച്ച് എന്നെ പുറത്താക്കാനുള്ള നിന്റെ ശ്രമം ഫലം കാണാൻ പോകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് അപർണ അങ്ങനെയും ജാനകിയോട് പറയണം. അപ്പോഴേക്കും നമ്മുടെ പൊന്നു ഓടി വന്നു. അമ്മേ അമ്മേന്ന് വിളിച്ച അപർണ ഈ വീട്ടിലേക്ക് വന്നത് ഇറങ്ങി പോവാനല്ല, ഇവിടെ ജീവിക്കാനാണെന്നൊക്കെ പറഞ്ഞ് തുള്ളുമ്പം ചെറിയമ്മ അമ്മയെ വഴക്ക് പറയാണോ എന്ന് പൊന്നു ചോദിച്ചു. ഞാൻ പറയുന്നത് അവിവേകമാണെങ്കിൽ ക്ഷമിക്കണം, കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് രണ്ടുപേരും ഇങ്ങനെ ഒന്നും പറയരുതെന്ന് നമ്മുടെ മഞ്ജു അന്നേരം പറഞ്ഞു. അന്നേരത്തേക്കും അവൾ ഫോൺ എടുത്തുകൊണ്ട് ഒരു പോക്ക് അങ്ങോട്ടേക്ക് അങ്ങ് പോയി. ആ സമയത്ത് പൊന്നു അമ്മേ എന്ന് പറഞ്ഞ് വിളിച്ചു. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, നീ നിന്റെ കാര്യം നോക്കാൻ പറഞ്ഞ് ജാനകി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പം എന്താ ആൻറ്റി പറ്റിയതെന്ന് പൊന്നു മഞ്ജുവിനോട് ചോദിച്ചു. ഒരേടത്തി അനിയത്തി അല്ലേ, മോള് പോയി കളിക്കുക കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജു കുഞ്ഞിനെയും പറഞ്ഞു വിട്ടു. എൻ്റെ പൊന്നു ദൈവമേ, ഈ അപർണ പാവം, ഈ അപർണയിൽ നിന്ന് പോയതിനെ പാവം എങ്ങനെ സഹിക്കുന്നു എന്തോന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മഞ്ജു ഇങ്ങനെ അവിടെ ഇരിക്കുക. അതും അമലിൻ്റെ കാര്യം അന്നേരം അതിങ്ങനെ ആലോചിച്ചു, അതിന് പൊന്മോതിരിട്ട് കൊടുക്കണമെന്നുള്ള ഇതിൽ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ലച്ചുവിനെ ആട്ടോ. ലച്ചു ഇങ്ങനെ മുറിയിലിരുന്ന് കരയുവാണ്. അതും അവൾ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് ലച്ചുവിൻ്റെ ചങ്ക് പൊട്ടുന്ന വേദനയാണ്. അപ്പോഴേക്കും പൊന്നു അങ്ങോട്ടേക്ക് വന്നു. പൊന്നു വന്നിട്ട് എന്തിനാ ലച്ചു ചെറിയമ്മ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ലച്ചു ചെറിയമ്മ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? ഇല്ല. പിന്നെ എന്തിനാ കരയുന്നതെന്ന് പൊന്നുവിനോട് പറയാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞില്ല, ഞാൻ കൂടില്ല എന്ന് കൊച്ചു പറയുമ്പോൾ ഞാൻ പഠിക്കാൻ പോകുന്നത് അപർണയിടത്തേക്ക് ഇഷ്ടമല്ല എന്ന് പൊന്നുവിന് അറിയില്ലേ എന്ന് ലച്ചു ചോദിക്കുക കേട്ടോ. അപ്പോൾ പൊന്നു ഇങ്ങനെ വിഷമിച്ചത് കേട്ടോണ്ട് അങ്ങനെ ഇരിക്കുക. ഇന്ന് അമലേട്ടൻ എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുവന്നപ്പോൾ വഴക്കുണ്ടാക്കിയ കാര്യമൊക്കെ ഇങ്ങനെ കൊച്ചിനോട് പറഞ്ഞു. ആരുമല്ലാത്ത എനിക്ക് ദൈവം തന്നെ സ്വന്തം ഏട്ടന്മാരാ അമലേട്ടനും അതുപോലെ അവരെ എന്നൊക്കെ പറയും ഈ ലച്ചു. അപ്പോൾ ഞാനൊരു അനാഥ പെണ്ണല്ലേ, അതുകൊണ്ട് എന്നെ ആർക്ക് വേണമെങ്കിലും എടുത്തിട്ട് കുത്താലോ എന്നൊക്കെ പറഞ്ഞ് ആ കുഞ്ഞിൻ്റെയോട് തൻ്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് അവിടെ ഇരിക്കുക കേട്ടോ നമ്മുടെ ലച്ചു. അപ്പോഴാണ് നമ്മുടെ പൊന്നു അതുവഴി വരുന്നത്. പൊന്നു അതുവഴി പമ്മി അപർണയുടെ മുറിയിലേക്ക് വരിക. അപർണ മുതലാളിച്ച് അന്നേരത്തേക്ക് കുളിക്കാനോ മറ്റോ പോകാനുള്ള സെറ്റപ്പിൽ നല്ല സുന്ദരിയായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. കമ്മലും കാതയിലും കഴുതയിലും എല്ലാം ഊരി അങ്ങനെ നിൽക്കുക. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇവക്കട്ടെ എന്തോ പണി കൊടുക്കാൻ വേണ്ടി പൊന്നു ഇങ്ങനെ വന്ന് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സ്വീകരിക്കാൻ ഷേക്ക് കെയർ. ബൈ ബൈ ടാറ്റ.